ട്വിസ്റ്റേഴ്സ് ഡയറക്റ്റഡ് ബൈ എന്താ പേര് ലീ ഐസാക് ചങ്, സ്ക്രീൻ പ്ലേ മാർക്ക് എൽ സ്മിത്ത്, അതുപോലെ സ്റ്റാറിംഗ് ഡെയ്സി എഡ്ഗാർ ജോൺസ്, ഗ്ലെൻ പവൽ ആൻഡ് ആന്റണി റമോസ. സോ ഇന്ന് ഈ ഹോളിവുഡ് ഡിസാസ്റ്റർ ത്രില്ലർ മൂവിയെ കുറിച്ചാണ്. 1996 ഇറങ്ങിയ ട്വിസ്റ്റർ എന്ന ഒറിജിനൽ ക്ലാസിക്കിന്റെ ഒരു സ്റ്റാൻഡ് അലോൺ സീക്വലാണ് ഈ പടം. അതായത് നിങ്ങൾ പഴയ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പ്രത്യേകിച്ച് അതുമായിട്ട് വലിയൊരു കണക്ഷനൊന്നും ഈ പടത്തിനില്ല. പക്ഷേ പടം കാണുവാണെങ്കിൽ നന്നായിരിക്കും എന്ന് ഞാൻ പറയും. ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ ആ പടം കണ്ടതാണ്. സോ ഞങ്ങൾക്കൊക്കെ ഒരു കട്ട നൊസ്റ്റാൾജിയ തരുന്ന ഒരു സിനിമയാണ് ഈ ട്വിസ്റ്റർ എന്ന ആ ഒരു പേരും ആ ഒരു പോസ്റ്ററും ഒക്കെ കാണുമ്പോൾ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ ഒരു സീക്വൽ വന്നപ്പോൾ പണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണണമെന്ന് വിചാരിച്ചാണ് അങ്ങനെയാണ് ഈ പടം കണ്ടത്. അപ്പോൾ ഇതൊരു ഡിസാസ്റ്റർ മൂവിയാണ്. കൊടുങ്കാറ്റിനെ ചേസ് ചെയ്യുന്ന കുറച്ച് ആളുകളുടെ കഥയാണ് സിനിമ പറയുന്നത്. മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന കേറ്റ് കാർട്ടർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരിക്ക് കാലാവസ്ഥയുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക കഴിവുള്ള ഒരു കുട്ടിയാണ്. സോ അവര് പിന്നെ കുറച്ച് ഫ്രണ്ട്സ് പിന്നെ ഒരു യൂട്യൂബർ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചുഴലിക്കാറ്റിനെ ചേസ് ചെയ്യുന്നതും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഈ പടത്തിന്റെ കഥ. ഒരു അതിഗംഭീര പടം എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഫൺ വാച്ചിങ് ആയിട്ടുള്ള വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ കിടിലൻ ഗ്രാഫിക്സ് വർക്ക്സ്, അത് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. കൊടുങ്കാറ്റിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഒരു നല്ല റിയലിസ്റ്റിക് ലുക്ക് ഉണ്ടായിരുന്നു. നല്ല ഡീറ്റെയിലും കൊടുത്തിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. നൈസായിരുന്നു. പിന്നെ ചെറിയ കുറച്ച് ചിരിക്കാനുള്ള വകയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട സീറ്റഡ് ഫീലിംഗ് തരുന്ന കുറച്ച് സീൻസും പടത്തിലുണ്ട്. കുറച്ച് ക്യാരക്ടർ ഡ്രിവൺ ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് തന്നെ പറയാം. അതും നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇതിലെ നായിക ക്യാരക്ടർ, അതുപോലെ ഫ്രണ്ട് ഹാവി എന്ന് പറയുന്ന ക്യാരക്ടർ, അതുപോലെ തന്നെ നായകൻ, ഇവരോടൊക്കെ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്കുണ്ടാകുന്നുണ്ട്. അത് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രിയും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഒരു റൊമാൻസ് സബ് പ്ലോട്ട് ഒക്കെ വന്നത് ഓവർ ആക്കാതെ കൃത്യം മീറ്ററിൽ കൊണ്ടുപോയതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നായിക ഡെയ്സി എഡ്ഗാർ ജോൺസ്, ഞാൻ പുള്ളിക്കാരുടെ ഫ്രഷ്, അതുപോലെ വേർ ദ ക്രോഡാഡ് സിംഗ് തുടങ്ങിയ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിന്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല നടിയാണ്, ഇതിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. നായകൻ ഗ്ലെൻ പവൽ ഈ പടത്തിൽ ഒരു യൂട്യൂബർ ആയിട്ടാണ്. സോ ഇങ്ങനെ മലയാളത്തിൽ തന്നെ ചില യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ കാറിക്കൊണ്ടിരിക്കും ഫുൾ ടൈം. അതുപോലെ ഇങ്ങനെ കാറിൽ വന്നിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് സുഖല്ലേ, എങ്ങോട്ടാ പോകുന്നത്, ചുഴലിക്കാറ്റ് എവിടെയാ, നമുക്ക് അങ്ങോട്ടാ പോകണ്ടേ. തുടക്കത്തിലൊക്കെ ഒരു ഊള ക്യാരക്ടറായിട്ട് തോന്നിയെങ്കിലും പിന്നെ ക്യാരക്ടർ കുറച്ച് ഡെപ്ത് ഒക്കെ കൊടുത്ത് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹാവി ആയിട്ട് വന്ന ആന്റണി റാമോസ്, എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രാഫിക്സ് മാത്രമല്ല, ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിലും സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, മ്യൂസിക്, ലൈറ്റിംഗ്, പ്രത്യേകിച്ച് സൗണ്ട് ഡിസൈൻ അത് എടുത്തു പറയണം. അങ്ങനെ ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു ഫിലിം കൂടിയാണിത്. ഈ കൊടുങ്കാറ്റിന് അല്ലെങ്കിൽ ചുഴലിക്കാറ്റിന്റെ ഒക്കെ സമയത്ത് നിങ്ങളാരും അണ്ടർപാസിന്റെ അടിയിലൊന്നും പോകരുതെന്ന് സിനിമ കാണിക്കുന്നുണ്ട്. അത് ശരിയായിരിക്കും. അതുപോലെ ഇങ്ങനെ കുറെ നല്ലതും ഗുണകരവുമായിട്ടുള്ള അതേസമയം അവിശ്വസനീയവുമായിട്ടുള്ള കുറെ കാര്യങ്ങളും പടത്തിലുണ്ട്. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ചുഴലിക്കാറ്റൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയൊക്കെ ശാസ്ത്രീയമാണോ അതുപോലെ റിയലിസ്റ്റിക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ട്രക്കിൽ പോയിട്ട് ഒരു വീപ്പയിൽ അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് പറ്റുമായിരിക്കും. അതുപോലെ തന്നെ ഓഗർ, അതായത് തടിയിലൊക്കെ ദ്വാരങ്ങൾ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയുധം, അതിങ്ങനെ ഫിറ്റ് ചെയ്ത ഒരു ട്രക്ക് ഉപയോഗിച്ചിട്ട് കൊടുങ്കാറ്റിൽ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചത്, അതും ഈ ചുഴലിക്കാറ്റ് ശരിക്കും നടക്കുന്ന സ്ഥലത്ത് തന്നെ ആ ട്രക്ക് കൊണ്ടിട്ടിട്ട് അങ്ങനെ കാണിച്ചതൊക്കെ അത് അങ്ങനെ പറ്റുമോ? സെയിം ടൈം ചുഴലിക്കാറ്റിൻ്റെ ഒരു 1 കിലോമീറ്റർ അപ്പുറത്തുള്ള വലിയ തിയേറ്ററൊക്കെ പറന്നു പോയതായിട്ടും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ പറ്റുമായിരിക്കും. അങ്ങനെ ചില ശാസ്ത്രീയപരമായിട്ടുള്ള സംശയങ്ങൾ തോന്നുന്ന, സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ബട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ എക്സ്പേർട്ട് ഒന്നുമല്ല. ഞാൻ പടം എന്നെ എൻജോയ് ചെയ്യിപ്പിച്ചോ ഇല്ലയോ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഐ എൻജോയ്ഡ് ഇറ്റ്. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഗംഭീര പടമൊന്നും അല്ലെങ്കിലും ഫൺ വാച്ചിങ് ആയിട്ടുള്ള, കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമയാണ് ട്വിസ്റ്റേഴ്സ്. ബേസിക്കലി എനിക്ക് ഡിസാസ്റ്റർ മൂവീസ് ഒക്കെ ഇഷ്ടമാണ്. പഴയ ട്വിസ്റ്റർ, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ 2012 മറ്റേ സുനാമിയുടെ പടമുണ്ടല്ലോ, ദ ഇമ്പോസിബിൾ, അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. സോ ഈ ഒരു ജോണറിൽ ഉള്ള പടങ്ങൾ ഇഷ്ടമാകുന്നവർക്ക്, ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമയും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാത്തവർക്ക് ചിലപ്പോൾ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ല. സ്റ്റിൽ ഇത് തിയേറ്ററിൽ കാണുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊച്ചിലെ ഞാനും ഈ ട്വിസ്റ്ററൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഒരു ചുഴലിക്കാറ്റൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ട, നല്ല ഹെവി ആയിട്ടുള്ള മഴ ഇപ്പോൾ പെയ്തപ്പോൾ തന്നെ വെറുത്തു പോകുന്നുണ്ട്. അപ്പോഴാണ് ട്വിസ്റ്റർ. ഓക്കെ, അപ്പോൾ ശരി എന്നാ.